ടാറ്റാ. ഉടനെയൊന്നും വാടി വീഴല്ലേ. എന്റെ കുഞ്ഞുറുമ്പേ, നിന്നെ കൊണ്ട് തോറ്റു. നിങ്ങൾക്ക് ബട്ടറിന്റെ ബിസ്ക്കറ്റ് മാത്രം തിന്നത്തുള്ളൂ ഇല്ലേ, കൊതിയന്മാര്. പോ. മാഡം, ഒരു പേജ് കൂടി ഉണ്ടല്ലോ. ഞാൻ നോക്കട്ടെ. ഹലോ, ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട് ബിന്ദുജ. എന്താ സർ? ആര്യനാട് ബസ് പാലത്തിന്റെ കൈവരി തകർത്ത് പുഴയിലേക്ക് വീണു. ഓ മൈ ഗോഡ്. എനി കാഷ്വാലിറ്റീസ്? 2 പേര് മരിച്ചു, 15 പേർക്ക് പരിക്കുണ്ട്. പേജ് റെഡിയാവുന്നേ ഉള്ളൂ, ഒന്ന് നോക്കിയേക്കണം. യെസ് സർ. അത് കഴിഞ്ഞിട്ടേ പോകാവൂ. ഓക്കെ. മാഡം, ഇന്നും ലേറ്റായ വീട്ടിൽ പോകാൻ പറ്റത്തുള്ളല്ലേ? ജോലി ഇതായി പോയില്ലേ, ചെയ്തല്ലേ പറ്റൂ. ഹായ് മോളു.
എത്തിയോ വീട്ടില്? എപ്പോഴെത്തി? ചായ കഴിച്ചോടാ ചക്കരെ? കഴിച്ചെന്നേ, ബിസ്ക്കറ്റും തിന്നു. ബിസ്ക്കറ്റിലെല്ലാം ഉറുമ്പായിരുന്നു മമ്മി. അയ്യോടാ, ഞാൻ മുറുക്കി അടച്ചതായിരുന്നല്ലോ. എന്നിട്ടും ജാറിനകത്ത് കയറി കൊറേ എണ്ണം. ആഹാ, അത്രയ്ക്ക് ധിക്കാരായോ? നാളെ ആവട്ടെ, അവനെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചേക്കാം. എന്ത് പാടോ മമ്മി? ഹിറ്റാണോ ഉറുമ്പൂടിയാണോ അതോ മണ്ണെണ്ണയാണോ? ഈ പ്രാവശ്യം അതൊന്നുമല്ല. നമുക്ക് ബോംബിട്ടേക്കാം അവന്മാരുടെ താവളത്തില്. എന്താ? മമ്മി, ഞാൻ ട്യൂഷന് പോവാണേ. പോയിട്ട് വാ. പിന്നെ സൈക്കിളിൽ കയറുമ്പോ സൂക്ഷിച്ചു പോണേ. ഒന്നും നോക്കാതെ റോഡ് ക്രോസ് ചെയ്യരുത്. ശോ, ഈ മമ്മി ഇതൊക്കെ എന്നും പറയണോ? എനിക്ക് അറിഞ്ഞൂടെ? ശരി ശരി, എന്നാ വേഗം പോ, സമയം കളയണ്ട. മമ്മി പെട്ടെന്ന് അങ്ങോട്ട് എത്തിയേക്കാട്ടോ. ഓക്കെ, ബൈ മമ്മി. ബൈ ചക്കരെ. ഉമ്മ. ഹലോ. ഹലോ, ഹരിലാൽ സർ. ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ്. ഈ സാറേ വിളി പേഴ്സണലായിട്ട് വേണ്ടെന്ന് തന്നോട് എത്ര തവണ പറഞ്ഞു? പബ്ലിക്കിന് മുന്നിൽ വെച്ചായിക്കോ. സോറി. ഹരിയേട്ടനിപ്പോ എവിടെയാ? ഡ്രൈവ് ചെയ്യാ. ഓഫീസിൽ നിന്ന് പോയോ? നല്ല ചോദ്യം. ഓഫീസിലിരുന്നാണോ ഡ്രൈവ് ചെയ്യുന്നത്?
എനിക്കൊരു 5 പൈസയുടെ കുറവുണ്ടല്ലേ? എന്നെ സമ്മതിക്കണം, ജീവിച്ചു പോണുണ്ടല്ലോ. വിളിച്ച കാര്യം പറയടോ. ആ, അതെ, വീട്ടിലൊന്ന് കേറൂന്നറിയാനാ. അവിടെ ആരിയിരിക്കുന്നു? മോളിപ്പൊ ട്യൂഷൻ കഴിഞ്ഞ് വരും സർ. ഉഫ്, അല്ല ഹരിയേട്ടാ, അവളവിടെ ഒറ്റയ്ക്കാ. ഞാൻ ചിലപ്പോ 1 മണിക്കൂർ ലേറ്റ് ആകും, അതാ പ്രശ്നം. ബ്രേക്കിംഗ് ന്യൂസ് വല്ലതും തലയിൽ വന്ന് വീണ് കാണുമല്ലേ? എക്സാക്ട്ലി യു സെഡ്. ആ ശരി, ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോവായിരുന്നു. കണ്ടിട്ടുടൻ തന്നെ തൻ്റെ വീട്ടിൽ പോയിക്കോളാം. എന്താ? ബുദ്ധിമുട്ടാവില്ലല്ലോ? ആ, ബുദ്ധിമുട്ടായി. അവസാനം ഒരു ഭംഗി വാക്ക് വച്ചിട്ട് പോടോ.
എന്താടോ തനിക്ക് വട്ടായി പോയോ? വീട്ടിലേക്ക് വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. വീട്ടില് മോളല്ലേ ഉള്ളൂ, കളിക്കായിരിക്കും. ഹലോ. ഹലോ. യെസ് ബിന്ദുജ. വീട്ടിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവള് കളിക്കോ മറ്റോ ആയിരിക്കും. അവള് ട്യൂഷന് പോയപ്പോ വിളിച്ചിരുന്നു. തിരിച്ചു വന്നപ്പോഴും വിളിക്കേണ്ടതാ. അങ്ങോട്ട് വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. എന്നാ തിരിച്ച് വീട്ടിലെത്തി കാണില്ല. ഞാൻ ട്യൂഷൻ ടീച്ചറെ വിളിച്ച് ചോദിച്ചു. അവിടുന്ന് പോന്നിട്ട് കുറെ നേരമായി എന്ന് പറഞ്ഞു. വീട്ടിലെത്തിയ ഉടൻ വിളിക്കേണ്ടതാ. മറന്നു കാണും. ഇല്ലെന്നേ, ഒരിക്കലും അവളത് തെറ്റിക്കാറില്ല. ഞാനത് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. മറന്നതാണെങ്കിൽ പോലും ഞാൻ വിളിക്കുമ്പോ ഒന്ന് എടുക്കണ്ടേ? ഓക്കെ, താൻ വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. താങ്ക് യു. മിണ്ടരുത്, ഒച്ചുണ്ടാക്കിയ ഇത് കണ്ടോ? ഹലോ. ആ ബിന്ദുജ, ഞാനിവിടെ വീട്ടിലെത്തി. മോളെവിടെ ഇല്ലേ? അവൾ എത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാ താൻ വിളിച്ച അവൾ ഫോൺ എടുക്കുന്നത്? ട്യൂഷൻ കഴിഞ്ഞ് എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇവിടെ ഇല്ലെന്നേ. ഞാൻ വിളിച്ചു നോക്കി, കോളിംഗ് ബെല്ലും അടിച്ചു. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യോ? അവൾ ഇപ്പൊ തന്നെ എത്തും. ചിലപ്പോ ട്യൂഷൻ കഴിഞ്ഞ് ഫ്രണ്ട്സിനോട് സംസാരിച്ചോണ്ട് നിന്ന് ലേറ്റ് ആയതായിരിക്കും. ഓക്കെ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. താനെപ്പോഴാ ഇറങ്ങുക? 1/4 മണിക്കൂർ എടുത്തേക്കും. പെട്ടെന്നൊരു ആക്സിഡന്റ് ന്യൂസ് വന്നതുകൊണ്ടാ. ഓക്കെ ഓക്കെ, ടേക്ക് യുവർ ഓൺ ടൈം. മോള് വന്നിട്ട് ഞാൻ പോവൂ.
മോളെ, നിവി മോളെ, മോളെ, നിവി മോളെ. മോളെ, നിവി മോളെ. നിവിയ മോളെ. അടുക്കരുത്, കൊന്നുകളയും ഞാൻ. മോളെ വിടടാ. അടുത്ത് വരരുത്, മോളെ വിടാൻ. വരരുതെന്നാ പറഞ്ഞ. മോളെ പേടിക്കണ്ട, ഇനി അങ്കിൾ നോക്കിക്കോളാം. വരരുത്, തൊട്ടുപോകരുത്. ഇല്ല, നിന്നെ ഞാൻ തൊടുന്നില്ല. നിന്നെ തൊടേണ്ടവരൊന്ന് തൊട്ടോളൂ. ഹലോ, പോലീസ് കൺട്രോൾ റൂമല്ലേ?
അമ്മയെ വിളിക്കുന്നേ. താ ഞാൻ സംസാരിക്കാം. ഹലോ ഹലോ. ഹരിലാല, ഞാനിവിടെ ഉണ്ട്. മോളെവിടെ? ഞാൻ കുറെ തവണ വിളിച്ചു, ആരും ഫോൺ എടുക്കുന്നില്ല. അത് ഞങ്ങൾ മുറ്റത്തായിരുന്നു. ഫോൺ റിങ് ചെയ്ത് കേട്ടില്ല. ഹോ, പേടിച്ചു പോയല്ലോ. എന്റെ വിചാരം അവിടെ എന്തോ സംഭവിച്ചെന്നോ. ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തിയില്ലേ, പിന്നെന്ത് സംഭവിക്കാൻ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? മോളിവിടെ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്, കൊടുക്കണോ? വേണ്ട, ഞാൻ അങ്ങോട്ട് വരിക. താൻ വന്നിട്ടേ ഞാൻ പോകൂ. ഓക്കെ, താങ്ക്സ്. ഏത് വീടാന്നാ പറഞ്ഞത്? വീട്ടുപേര്, നമ്പർ? ഇവിടെയാ, ഇവിടെ. ആ, അങ്ങോട്ട് കയറ്റിക്കോ. സർ. എവിടെയാ ആളെവിടെ? പുറമേന്ന് പൂട്ടിയിരിക്കുക. വരൂ. അവൻ ആ മുറിയിലുണ്ട്. കയ്യിലൊരു കത്തിയുണ്ട്, സൂക്ഷിക്കണം. വീടിന്റെ എല്ലാ വാതിലും അടച്ചിട്ടേക്ക്. അവൻ ഒരു വാതിൽ കൂടിയും ചാടി രക്ഷപ്പെടരുത്. സർ. എല്ലായിടും അടച്ചോ? അടച്ചു സർ. നിങ്ങൾ കുറച്ച് മാറിയുന്നു. ഈ കുട്ടിയെ മാറ്റി നിർത്തിക്കോളൂ. മോള് പേടിക്കണ്ട, അവന്റെ കാര്യം പോലീസുകാർ നോക്കിക്കോളും. മര്യാദയ്ക്ക് സറണ്ടർ ചെയ്തോണം. പോലീസ് ഈ വീട് മുഴുവൻ വളഞ്ഞിരിക്കുക. നീ എവിടെ ഒളിച്ചാലും എങ്ങോട്ട് ഓടിയാലും ശരി, നീ കുടുങ്ങും. ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട, കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മമ്മി,
ഇങ്ങോട്ട് നടക്കടാ. പോടാ. ഇവൻ മോഷണ ശ്രമം നടത്തിയായിരുന്നു. മേശാലമാരിയും തുറന്ന് ഉണ്ടായിരുന്ന സ്വർണവും പണം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതല്ല എവിടെ? അതെല്ലാം തിരിച്ചെടുത്ത് അലമാരയിൽ വെച്ചു. അതൊക്കെ തൊണ്ടി സാധനങ്ങളല്ലേ? മോഷ്ടിച്ചെടുത്തോണ്ട് പോയില്ലല്ലോ. അത് ഒഴിവാക്കി എഫ്ഐആർ എഴുതിയ പോരെ? അതില്ലാതെ തന്നെ ക്രിമിനൽ ഒഫൻസ് ഉണ്ടല്ലോ. നടക്കണം അങ്ങോട്ട്. സ്റ്റേഷനിലോട്ട് എന്നിട്ട് നിനക്ക് കണക്ക് തീർത്ത് ഞാൻ തരാം. കൊണ്ടുപോടോ. നടക്കടാ അങ്ങോട്ട്. മാഡമാണ് ഹൗസ് ഓണർ അല്ലേ? ആ അതെ. നാളെ ഒരു കംപ്ലൈന്റ് എഴുതി സ്റ്റേഷനിൽ തന്നേക്കണം. കേരള കുട്ടികളെയൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണ്ടേ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. വേറെ ആരുമില്ലേ ഈ വീട്ടിൽ? ഇല്ല, ഞാനും മോളും മാത്രമേ ഉള്ളൂ. കഴിയുന്നിടത്തോളം മോൾ ഈ വീട്ടിൽ ഒറ്റയ്ക്കാകാതെ നോക്കണം. കാലം വളരെ മോശമാ. എവിടെ നോക്കിയാലും പീഡനവും പെൺവാണിഭവും മാത്രമേ ഉള്ളൂ. വരട്ടെ. എന്താ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം പറയാം. ആദ്യം താൻ ആ കസേരയിലേക്ക് ഇരിക്കെ. ഞാൻ ആ പോലീസുകാരൊന്ന് പറഞ്ഞയച്ചിട്ട് വരാം. എന്താ മോളെ, എന്താ ഇവിടെ സംഭവിച്ചേ? മകളുടെ കാര്യത്തിൽ കുറെ കൂടി ജാഗ്രത വേണമെന്ന് സാറ് തന്നെ അവരോട് പറയണം. അവർക്കിപ്പോഴും കാര്യങ്ങൾ ബോധ്യമായിട്ടില്ലെന്ന് തോന്നുന്നു. ശ്രദ്ധയില്ലായിട്ടല്ല, അവർക്ക് ജോലിക്ക് പോയല്ലേ പറ്റൂ. നോക്കാൻ വേറെ ആരും ഇല്ലായിട്ടാ. എന്തെങ്കിലും ഒരു റെമഡി കണ്ടുപിടിക്കാൻ പറ. ഇന്നിപ്പോൾ സാർ ഓർക്കാപ്പുറത്ത് വന്നതുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു. എന്നും സാറുണ്ടാവുമോ? ഇവിടെ ആണെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്ന അയൽക്കാരുമില്ല. ആ പിന്നെ റിട്ടേൺ കംപ്ലൈൻറ്റ് നാളെ രാവിലെ തന്നെ സ്റ്റേഷനിൽ എത്തിക്കാൻ അവരോട് പറയണം. പറയാം. ഓക്കെ. എന്നാ ഞങ്ങൾ പോട്ടെ. വളരെ നന്ദിയുണ്ട്. വിളിച്ച ഉടനെ വന്നല്ലോ. ഓ, ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയല്ലേ. ഓക്കെ. പേടിച്ചു പോയടാ ചക്കരെ. കുറച്ച് പേടിച്ചു. ഉറക്കെ നിലവിളിച്ചൂടായിരുന്നോ? എന്റെ വാപ്പത്തി പിടിച്ചില്ലേ, പിന്നെങ്ങനാ? കഷ്ടം. അമ്മേ, ദേ അങ്കിൾ. മോള് മമ്മി പറഞ്ഞ് പേടിപ്പിച്ചോ? ഇല്ലെങ്കിലേ, മമ്മി ചുമ്മാ പേടിച്ചതാ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹരിയേട്ടൻ തക്ക സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ എന്റെ മോള്. ഏയ്,
ഒന്നും സംഭവിച്ചില്ലല്ലോ. പക്ഷെ ഒരു കാര്യം, മോളിങ്ങനെ വീട്ടിൽ തനിച്ചാവാൻ ഇടവരരുത്. അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, എല്ലാ ദിവസവും നിവ്യമോളുടെ വരവും പോക്കും വാച്ച് ചെയ്യുന്ന ഒരാൾക്ക് ഇതുപോലൊരു അക്രമം കാണിക്കാൻ വളരെ ഈസിയാ. ഞാൻ എന്ത് ചെയ്യാനാ ഹരിയേട്ടാ? എനിക്ക് ജോലിക്ക് പോയല്ലേ പറ്റൂ. ജീവിക്കണ്ടേ ഞങ്ങൾക്ക്? ജോലിക്ക് പോവാതെ മോൾക്ക് കാവലിരിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചുകൂടെ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ചൂടെ? എന്തായാലും റെന്റ് കൊടുക്കണം. ഒരു ഫ്ലാറ്റിലേക്കോ മറ്റോ താമസം മാറ്റിയാൽ പിന്നൊന്നും പേടിക്കണ്ടല്ലോ. ഫ്ലാറ്റിനൊക്കെ എത്രയാ റെന്റ്? 2 ബെഡ്റൂം ഫ്ലാറ്റിന് പോലും 15,000 ചോദിക്കുന്നു. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീടിന്റെ പോർഷൻ റെന്റിന് കിട്ടുമെന്ന് അന്വേഷിക്കണം. അപ്സ്റ്റെയറുകളൊക്കെ റെന്റിന് കൊടുക്കുന്ന വീട്ടുകാരുണ്ട്. അപ്പോൾ ഹൗസ് ഓണറും ഫാമിലിയും ഗ്രൗണ്ട് ഫ്ലോറിൽ താമസം ഉണ്ടാവും. പേയിങ് ഗസ്റ്റായിട്ട് താമസിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഞാൻ എവിടെ ചെന്ന് അന്വേഷിക്കാനാ? ആ, ഒരു ഉപകാരം ചെയ്യോ? ഹരിയേട്ടൻ തന്നെ ഞങ്ങൾക്ക് പറ്റിയൊരു താമസ സ്ഥലം കണ്ടുപിടിച്ചു തരുമോ? ഇതിപ്പോ പറയാൻ പോയത് എനിക്ക് തന്നെ പാരയായോ? അങ്കിളെ, അങ്കിളിന്റെ വീട്ടിലെ അപ്സ്റ്റെയർ തരോ എനിക്കും മമ്മിക്കും? എന്താ മോളെ ഈ പറയണേ? അങ്കിളിന്റെ വീട്ടിലെ അപ്സ്റ്റെയറില് അവിടെ ഉള്ളവർക്ക് താമസിക്കണ്ടേ? നമ്മളവിടെ പോയി താമസിച്ചിട്ടുണ്ടല്ലോ. ആ, അവിടെ ആണെങ്കിൽ എനിക്ക് നീതാന്റെയും ഹരിതാന്റെയും എപ്പോഴും കാണാം. കൂട്ടുകൂടാം, വർത്താനം പറയാം. ഹായ്, എന്ത് രസല്ലേ? മിണ്ടാതിരിക്കെ. ഒന്നും തോന്നല്ലേ. മോളവളുടെ നിഷ്കളങ്കത കൊണ്ട് പറഞ്ഞു പോയതാ. അതൊന്നും സാരമില്ല. എൻ്റെ അടുത്തല്ലേ മോള് പറഞ്ഞത്. അവൾക്കത് പറയാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും. ഇവളുടെ അൺഓതറൈസ്ഡ് ലോക്കൽ ഗാർഡി ഞാനല്ലേ? അല്ല മോളെ? പിന്നല്ലാതെ. ഈ മമ്മി ചിലപ്പോ ഒരു പൊട്ടിയാ അല്ലേ അങ്കിൾ? ആണോന്നോ? എന്താ സംശയം? അങ്കിളെ, ഫോൺ. ഒരു മിനിറ്റ്. എവിടെയാന്നാ പറഞ്ഞത്? കേക്കാൻ വയ്യ. അവിടെ എന്താ റേഞ്ച് ഇല്ലേ? ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ വിളിക്കാം. ക്ലിയർ ആവുന്നില്ല. ആരാ? അച്ഛൻ. അച്ഛൻ എവിടാ? ബിന്ദുജാന്റെ വീട്ടിൽ. ആ അച്ഛാ, അച്ഛൻ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? ഞാനിത്തിരി ലേറ്റ് ആവും. ഇന്ന് ക്ലബിൽ പോണുണ്ടോ? പോണോ വേണ്ടെന്ന് ആലോചിക്കട്ടെ. അച്ഛൻ വരുമ്പോ ഒരു സംഗതി വാങ്ങിച്ചോണ്ട് വരണേ. എന്ത് സംഗതി? ഒരു ബബ്ലി ചോക്ലേറ്റ്, ലാർജ് വൺ. ഓ സോറി അച്ഛാ, 2 എണ്ണം. എടി മോളെ, അതൊക്കെ തിന്നാ നീയും ബബ്ലിയായി പോവും. നിനക്ക് സുമോ ഗുസ്തിക്കാരനെ കല്യാണം കഴിച്ചാൽ മതിയോ? എന്റെ അച്ഛാ, വല്ലപ്പോഴും ഒരു ചോക്ലേറ്റ് കഴിച്ചു എന്ന് വെച്ച് ഞാൻ അത്ര വലിയ ബണ്ണിയൊന്നും ആവില്ല. ശരി, ഞാൻ വാങ്ങിച്ചോണ്ട് വന്നേക്കാം. മറന്നുപോവല്ലേ അച്ഛാ? ആ അച്ഛാ, ദേ നീതാ, ഞാൻ കൊടുക്കുവാണേ. അച്ഛാ. ആ, എന്താ പറഞ്ഞോ? നിനക്ക് വല്ലതും വാങ്ങാനുണ്ടോ? ഒന്നുമില്ല അച്ഛാ. ബിന്ദുജാന്റെ ഉണ്ടോ അവിടെ? ഉണ്ട്. എന്താ? നിവ്യമോളില്ലേ? ആ, മോള് കൂടെ ഉണ്ട്. അവൾക്കൊന്ന് കൊടുത്തേ. നീതി ആന്റി. ആന്റി? ഏതാന്റിയാന്ന് വിചാരിച്ച? എനിക്കറിയാം, നീതയാന്റി. കള്ളി, അച്ഛൻ പറഞ്ഞിട്ടല്ലേടി അറിഞ്ഞ്? അല്ലെങ്കിലും എനിക്കറിയാം. ഓ, സമ്മതിച്ചു. അവിടെ എന്താ വിശേഷം സുന്ദരിക്കുട്ടി? ആന്റി, ഇവിടെ ഒരു കള്ളൻ കേറി. ആര്? ഏത് കള്ളൻ? എന്റെ അച്ഛനാണോടി കള്ളൻ? അല്ലെന്നേ, ശരിക്കും ഒരു കള്ളൻ. ആ. ഓ. ആഹാ. എന്നിട്ട്? അങ്കിള് വന്ന് കള്ളനെ പൂട്ടിയിട്ടു.
എന്നിട്ട് പോലീസിനെ വിളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ പോലീസ് വന്നു. ഉം. മമ്മി വരാ ഒത്തിരി വൈകി. പോലീസ് കൊണ്ടുപോയിന്നേ. അങ്കിളന്നേരം വന്നില്ലെങ്കി ഉണ്ടല്ലോ, എന്നെ അയാള് കൊന്നേനെ. അതേ നീതാന്റി. മോളെ, അങ്കിളിനെ വിടല്ലേ? ഉം. നീ ഇനി എന്നാടി ഇങ്ങോട്ട് വരുന്നേ? സൺഡേ വാ, നിന്റെ മമ്മിയും കൂട്ടിക്കൊണ്ട്. ഞാൻ മമ്മിയോട് പറയാമേ. മമ്മി എപ്പോഴും ബിസിയാ. ഓക്കേടാ, പിന്നെ വിളിക്കാം. അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിയോ? അത് ഞാൻ ചോദിച്ചില്ല. നീതേ, ഉം, എനിക്കൊരു സംശയം. എന്താ? അച്ഛനും ബിന്ദുജാന്റിയും തമ്മില് ശരിക്കും എന്താ? ഫ്രണ്ട്ഷിപ്പ്. ഏയ്, വെറും ഫ്രണ്ട്ഷിപ്പ് ഒന്നുമല്ല. പിന്നെന്താ, പ്രേമമാണോ? ഛീ, അയ്യേ, ആ വാക്ക് പോലും അച്ഛന് ചേരില്ല. എന്നാ പിന്നെ തന്ന് ചേച്ചി തന്നെ പറ. ഉം. പക്ഷേ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ബിന്ദുജാന്റിയെ ചിലപ്പോ അച്ഛൻ കല്യാണം കഴിച്ചേക്കുമെന്നാ എന്റെ ഒരു സിക്സ്ത് സെൻസ് പറയുന്ന. അതെവിടുന്ന് വന്നു ആ സെൻസ്? നിനക്ക് 18 വയസ്സ് പൂർത്തിയായി കഴിയുമ്പോ അച്ഛൻ പുനർവിവാഹം കഴിക്കുമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. കുഞ്ഞേ, ഞാൻ വീട്ടിൽ പോവാണേ. ഇന്നെന്താ സുശീലെ പതിവില് നേരത്തെ? ജോലിയൊക്കെ തീർന്നു. പിന്നെ ഞാനെന്തിനാ വെറുതെ ഇവിടെ നിൽക്കുന്നേ? രാവിലെ വന്നു തുടങ്ങിയ ജോലിയല്ലേ. ഇവിടെന്താണ് പോലും ഇതിനും മാത്രം ജോലി? എനിക്കും ചേച്ചിക്കും അച്ഛനും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സപ്പർ ഇത്രയല്ലേ ഉള്ളൂ. പറഞ്ഞപ്പോ എളുപ്പം തീർന്നു. വീട്ടുവേലക്കാരുടെ പാടൊക്കെ നിങ്ങൾക്ക് അറിയാവോ കുഞ്ഞേ? ഒരു കട്ടൻ ചായ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാവോ? ഇല്ലല്ലോ. എന്താ കാര്യം? അമ്മയില്ലാതെ വളർന്നതിന്റെ കുഴപ്പാ. പഠിപ്പിച്ചു തരാൻ ആരും ഇല്ലാണ്ട് പോയി. ഇതിന്റെയൊക്കെ പോരായ്മ കല്യാണം കഴിയുമ്പോ അറിയും. കെട്ടിയ പെണ്ണിന് കട്ടൻ കാപ്പി പോലും ഉണ്ടാക്കാൻ അറിയില്ലെന്ന് കാണുമ്പോ കെട്ടിയവന്റെ തനിനിറം കാണും നിങ്ങള്. ഞങ്ങള് ഏതോ വീട്ടിലെ അടുക്കള ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ല കല്യാണം കഴിക്കുന്നത്. വെച്ച് വിളമ്പിത്തരാൻ വീട്ടുജോലിക്കാരുള്ള വീട്ടിലോട്ട് മാത്രമേ ഞങ്ങൾ പോകുന്നുള്ളൂ. എന്നാലും എന്റെ കൂടെ അടുക്കളയിൽ നിന്ന് ഇത്തിരി പാചകോ പൊടിക്കയോ ഒന്നും പഠിക്കരുത്. പായില് സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചവർക്ക് എന്തോ ആകാലോ. ഞാൻ പോവാന്നേ. ചപ്പാത്തിയും കുറുമയുണ്ടാക്കി കാസറോളിൽ വെച്ചിട്ടുണ്ട്. ചോറും മീൻകറിയും പയറുതോരനും അച്ചാറും ചമ്മന്തിയും ഉണ്ട്. ഇതെന്താ സഞ്ചിയില് നിറയെ ഉണ്ടല്ലോ? എന്റെ കുഞ്ഞേ, ഉച്ചയ്ക്ക് മിച്ചം വന്ന ചോറും രാവിലത്തെ ഇഡലിയും ഇന്നലത്തെ പൊറോട്ടയുടെ ബാക്കിയൊക്കെയാ. ഇവിടെ ചുമ്മാ എച്ചില് കൊട്ടയിൽ തള്ളുന്ന സാധനമാ. എന്റെ പിള്ളേർക്കെങ്കിലും കൊടുക്കാലോ. ഇത്രയും ഭക്ഷണം ഇവിടെ മിച്ചം വന്നോ? സുശീല തന്നെ അല്ലേ വെച്ചത്? സംശയം വല്ലതും ഉണ്ടെങ്കിൽ വന്ന് നോക്കിയാട്ടെ. ഇതാ സഞ്ചി. ഇല്ലെങ്കിൽ ഇതിവിടെ വച്ചിട്ട് പൊക്കള, എനിക്ക് വേണ്ട. പുഴു വരിച്ച് നശിച്ചാലും ശരി, പട്ടിക്ക് പോലും കൊടുക്കാത്ത മനുഷ്യനുണ്ടോ? കൊണ്ടുപോണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? കൊണ്ടുപോയിക്കോ, ഇവിടെ ആർക്കും വേണ്ട. അല്ല പിന്നെ രക്ഷപ്പെട്ടു.
ആ പോക്ക് കണ്ടിട്ട് എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ട്. കൊണ്ടുപോട്ടടി, ഇല്ലാഞ്ഞിട്ടല്ലേ. ഫുഡ് എന്തെങ്കിലും പറയണോ സാർ? ഇപ്പൊ വേണ്ട, പറയാം. പ്ലീസ് ഹാവ് ഇറ്റ്. ചിയേഴ്സ്. ചിയേഴ്സ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. തനിക്ക് ദേഷ്യം തോന്നരുത്. അല്ല, തോന്നിയാലും എനിക്ക് പ്രശ്നമില്ല. പ്രതിപക്ഷ ബഹുമാനം ഇല്ലെന്നാണോ? അതുള്ളതുകൊണ്ടാ പറയുന്നേ. എടോ, തനിക്ക് ആ പെണ്ണിനെ കല്യാണം കഴിച്ചൂടെ? താൻ ചിരിക്കാൻ പറഞ്ഞല്ല. എന്താ എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? എടോ, അവളൊരു വീടോ, ഒരേ ഒരു മകൾ. തനിക്ക് ഭാര്യയില്ല, 2 കുട്ടികൾ മാത്രം. ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടേ? കേൾക്കാൻ രസമുണ്ട്, പറഞ്ഞോ. തന്നെ രസിപ്പിക്കാൻ വേണ്ടിയല്ല. ആ സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുക. മകൾ കൊച്ചുകുട്ടിയല്ലേ. ഒരാൺതുണയില്ലാതെ ആ അമ്മയും മോളും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ സഹിക്കുന്നുണ്ട്. ഒന്ന് ഓർത്തു നോക്കി. ഒരാഴ്ച ഞാൻ വീട്ടിലില്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് അങ്കലാപ്പ. എല്ലാം കുഴഞ്ഞു മറിയും. ഇന്നത്തെ സംഭവം ഒന്ന് ആലോചിച്ച് നോക്കി. താൻ ആ സമയത്ത് ചെന്നതുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിലോ? എത്ര വർഷമായി നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട്? 3-4 വർഷം. തനിക്കിഷ്ടമല്ലേ ആ അമ്മയും മോളെയും? അവരെൻ്റെ കുടുംബാംഗങ്ങളെ പോലെയാ. എൻ്റെ മക്കൾക്കും അവരെ ഇഷ്ടമാണ്. സുന്ദരിയായൊരു സ്ത്രീ, പത്രപ്രവർത്തക. തന്നേക്കാൾ 10 വയസ്സെങ്കിലും കുറവായിരിക്കും. തനിക്കിതിനേക്കാൾ നല്ലൊരു പെണ്ണിനെ എവിടെ അന്വേഷിച്ചാലും കിട്ടാൻ പോകുന്നില്ല. ആ കുട്ടി തനിക്കൊരു ബാധ്യതയാണോ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളല്ല. ഇനി അഥവാ ഭാരമാണെങ്കിൽ തന്നെ അത് താങ്ങാനുള്ള ശേഷി എനിക്കുണ്ട്. അവളെൻ്റെ മോളെപ്പോലെയാ. പിന്നെന്താ തടസ്സം? അവൾക്ക് തന്നെ ഇഷ്ടമല്ലേ? അത് ഞാൻ ചോദിച്ചിട്ടില്ല. അങ്ങനൊരു ആവശ്യം വന്നിട്ടില്ല. ചോദിക്കണം. അവളുടെ മനസ്സിൽ പറയാലോ. ഈ പ്രായത്തിൽ അതൊക്കെ ഒരു ചമ്മലല്ലേ മേന്നെ. തനിക്ക് താല്പര്യമുണ്ടോ? അതാണ് പ്രധാനം. അവർക്ക് താല്പര്യമാണെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നമ്മൾ മുൻകൈ എടുത്ത് സംസാരിച്ചിട്ട് അവരെന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ നാണക്കേടല്ലേ മേന്നെ. അതൊരു തരം കോംപ്ലക്സാ. വ്യഭിചരിക്കാനല്ലോ താൻ ചോദിക്കുന്നേ. അവർക്ക് യോഗ്യനായൊരു ഭർത്താവിനെ വേണോ, അവരുടെ മോൾക്ക് വാത്സല്യമുള്ളൊരു അച്ഛനെ വേണോ? ഇതല്ലേ നമ്മൾ ചോദിക്കുന്നേ. ആ, അതൊക്കെ ശരിയാണ്. കുറെ വർഷം മുമ്പ് തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നല്ലോ, ആശാ നായർ. അത് തന്നെ. അവരും വിധവയായിരുന്നു. തന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമായിരുന്നു. അന്നതേക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ താനൊരു ഉപാധി പറഞ്ഞ ഓർമ്മയുണ്ടോ? എന്താണ്? തൻ്റെ മക്കൾ 2 പേർക്കും പ്രായപൂർത്തിയായ ശേഷമേ പുനർവിവാഹത്തെപ്പറ്റി ചിന്തിക്കുമെന്ന്. നല്ല കാര്യം. എനിക്ക് തന്നോട് മതിപ്പ് തോന്നി. പക്ഷേ ഇപ്പം തൻ്റെ ഇളയ മോൾക്കും 18 വയസ്സ് തികയുന്നു. ഇനിയെന്താ തടസ്സം? പ്രായപൂർത്തിയായ പെൺമക്കൾ പുര നിറഞ്ഞു നിൽക്കുമ്പോൾ അവരുടെ അച്ഛൻ പോയി കല്യാണം കഴിക്കാന്ന് വെച്ചാൽ നാട്ടുകാരും വീട്ടുകാരൊക്കെ എന്തു പറയും? ശരി, അവരുടെ കല്യാണം ആദ്യം നടത്തി കൊടുക്ക്. അവർക്ക് പഠിക്കണം, ജോലി വേണം. ഒരു 5-6 വർഷം കഴിയാതെ അവരതിന് തയ്യാറാവില്ല. മതി, അപ്പം നടത്തിയാൽ മതി. തൻ്റെ കല്യാണം ഇപ്പം നടത്ത്. താൻ 6 വർഷം കൂടി കല്യാണം നീട്ടിവെക്കുന്നുണ്ട് തൻ്റെ മക്കൾക്ക് എന്ത് ലാഭം കിട്ടാനാ? താൻ കല്യാണം കഴിച്ചാ എന്ത് നഷ്ടം വരാനാ? നോക്ക്, ഹരിത ഹയർ സ്റ്റഡീസിന് എവിടെയെങ്കിലും പോവും. നീത ഹോസ്റ്റലിലേക്ക് മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ താൻ ഒറ്റയ്ക്കാ. പഠനം കഴിഞ്ഞാൽ അവർ ജോലിക്ക് പോവും. അപ്പോഴും താൻ ഒറ്റയാ. ജോലി കിട്ടിയാലോ അവർ കല്യാണം കഴിച്ചു പോവും. അപ്പോഴും താൻ ഒറ്റയാ. അന്നീ ബിന്ദുജ ഉണ്ടാവണമെന്നില്ല. അതുപോലൊരു പെണ്ണിനെ വേറെ തനിക്ക് കിട്ടണമെന്നില്ല. താൻ പറയുന്നതൊക്കെ ശരിയാടോ.
എന്നാൽ ആ ശരി താനങ്ങ് ചെയ്യടോ. തന്റെ മക്കൾക്ക് ബിന്ദുജയ മോളെ ഇഷ്ടമല്ലേ? അതെ, അതൊന്നും പ്രശ്നമല്ല. തന്റെ പെൺമക്കൾക്ക് കൊടുക്കാനുള്ള പൊന്നും പണം താൻ കരുതി വെച്ചിട്ടില്ലേ? അതുകൊണ്ട് പിന്നെ ആർക്ക് വേണ്ടിയാ സമയം പാഴാക്കുന്നേ? പ്രായം അങ്ങ് പോവാ. താൻ തീരുമാനം എടുക്കേണ്ട സമയം ഇതാണ്. എടുക്കണം. അയ്യോ, അച്ഛൻ വന്നു. ഞാൻ വെക്കുവാണേ. പ്ലീസ് കട്ടാക്കിക്കോ. ഓക്കെ, ലവ് യു. ശരി. ഹരിതേച്ചി, അച്ഛൻ വന്നു. വന്നോ? എത്തി. അച്ഛൻ വന്നേ, പിന്നെ വിളിക്കാം. വച്ചോ, ഞാൻ വിളിക്കാന്നേ. വിളിക്കാന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? ഓക്കെ, ബൈ. ഹാജർ വിളിക്കുമ്പോൾ പ്രസന്റ് ആവുന്ന മാതിരി രണ്ടുപേരും റെഡിയായിട്ട് നിൽക്കുകയാണല്ലോ. എൻ്റെ കാറ് വരുന്നത് കണ്ട് പെട്ടെന്ന് എന്തൊക്കെ മുൻകരുതലെടുത്തു? മൊബൈൽ ഫോൺ ഓഫ് ചെയ്തു, TV ഓഫ് ചെയ്തു. പിന്നെ ഞങ്ങൾ പഠിക്കുമായിരുന്നു അച്ഛാ. ഈ വർഷം ഫൈനൽ എക്സാം അല്ലേ എനിക്ക്. പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ, പഠിച്ചാലും നിങ്ങൾക്ക് തന്നെ. അച്ഛനൊന്നുമില്ലേ? നിങ്ങൾ പഠിച്ചിട്ട് വേണ്ടേ എനിക്ക് ഡിഗ്രി കിട്ടാനും ജോലി സമ്പാദിക്കാനും. അച്ഛാ, ബിന്ദുജാന്റെ വീട്ടിൽ കള്ളം കയറിയ കാര്യം എന്തായി? കള്ളനെ പോലീസ് പിടിച്ചു. അത്രേ ഉള്ളോ? കേസും കോടതിയും ശിക്ഷയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നടക്കുവോ? ചുമ്മാ കളിയാക്കല്ലേ അച്ഛാ. അവിടെ എന്താ സംഭവിച്ചെന്നൊന്ന് വിശദീകരിച്ച് പറ, ഞങ്ങൾക്കും അറിയണ്ടേ. നിർബന്ധമാണോ? അതെ, നിർബന്ധമാ. ആ, എന്നാ കഴിക്കാൻ എടുത്തു വെക്ക്. ഞാൻ അപ്പോഴേക്കും മേല് കഴിയിട്ട് വരാം. അപ്പൊ പറയാം എന്താ സംഭവിച്ചതെന്ന്. ഓക്കെ. അച്ഛനെ അയാൾ വല്ലതും ചെയ്തിരുന്നെങ്കിലോ? എന്നെ എന്ത് ചെയ്യാനാ? ഞാൻ ഒറ്റ അടി കൊടുത്തപ്പോഴേ അയാൾ താഴെ വീണു. അയാളുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നല്ലോ. അച്ഛൻ എന്ത് തരത്തിൽ അടിക്കാനൊക്കെ ചെന്നത്? ഞാൻ പഴയ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് അല്ലേ മോളെ. അച്ഛന്റെ ബ്ലാക്ക് ബെൽറ്റ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പാൻസ് എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇടാൻ നേരത്ത്. ബ്ലാക്ക് മാത്രമല്ലല്ലോ, ബ്രൗണും ഇല്ലേ. ബ്ലാക്ക് ബെൽറ്റ്. എടി മോളെ, ആണുങ്ങൾക്ക് ചങ്കൂറ്റമാണ് ഏറ്റവും വലിയ ആയുധവും അഭ്യാസവും. കടിക്കുന്ന പട്ടിക്ക് എന്തിനാടി തല? എന്ത് പറഞ്ഞാലും കുറെ പഴഞ്ചൊല്ലുണ്ടല്ലോ കൂട്ടിന്. കടിക്കുന്ന പട്ടിക്ക് തല വേണ്ടത്ര. എടി മോളെ, ഇതൊക്കെ എടുത്തു വെച്ചിരുന്നാ മതിയോ? വിളമ്പണ്ടേ? വയറ് വിശക്കുന്നു. അച്ഛന് വിശക്കുന്നില്ലല്ലോ, വയറിനോട് വെയിറ്റ് ചെയ്യാൻ പറ. രാജകുമാരി ഇങ്ങോട്ട് എണീറ്റ് ഒന്ന് സഹായിച്ചേ. സുഖമായിട്ടിരിക്കുമല്ലേ കഥയൊക്കെ കേട്ട്? പിന്നെ ഒരിത്തിരി ഭക്ഷണം വിളമ്പാൻ 10 പേരുടെ സഹായം വേണ്ടേ? ഒന്ന് പോയേച്ചി.
കണ്ടോ അച്ഛാ, ഒരു സ്പൂൺ എടുത്തു വെക്കാൻ ഇവളെ കൊണ്ട് കഴിയത്തില്ല. ചേച്ചി അങ്ങനെ പലതും പറയും. അച്ഛനൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട. ആഹാ, വേണ്ടേ? അയ്യോടി, നീ ആരാന്ന് നിന്റെ വിചാരം? അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്റെ അച്ഛന്റെ കാര്യങ്ങൾ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവളാ ചേച്ചി. അത് മറക്കല്ലേ. അമ്മയുടെ സ്ഥാനോ? നിന്നേക്കാൾ 2 വയസ്സ് തികച്ചു കൂടുതലുണ്ടോടി എനിക്ക്? അമ്മയുടെ സ്ഥാനം കണ്ടോ അച്ഛാ, ഒരാള് നമ്മളെ റെസ്പെക്ട് ചെയ്യാന്ന് വെച്ചാ അതിനെ സമ്മതിക്കില്ല. നിനക്കോ റെസ്പെക്ട്? അച്ഛാ, ദേഷ്യം വരുമ്പോ ഇവളെന്നെ എന്തൊക്കെയാ വിളിക്കുന്നേന്നറിയോ? ഭയങ്കര റെസ്പെക്റ്റാ. ദേഷ്യം വരുമ്പോഴല്ലേ ഉള്ളൂ, എപ്പോഴും ഇല്ലല്ലോ. ദേഷ്യം വരുമ്പോ ചീത്ത വിളിക്കുന്നവരില്ല അച്ഛാ, മാന്തുന്നവരില്ല അച്ഛാ, അടിക്കുന്നവരില്ല അച്ഛാ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. എല്ലാം ശരിയാ, വളരെ ശരിയാ. കഴിക്കാലോ അല്ലേ? അച്ഛൻ കഴിച്ചു അച്ഛാ, ഇതൊന്നും മൈൻഡ് ചെയ്യാനേ പോണ്ട. അച്ഛാ, അവരോട് ഏതെങ്കിലും ഫ്ലാറ്റിലോട്ട് മാറി താമസിക്കാൻ പറഞ്ഞാലോ? അതാവുമ്പോ കുറച്ചുകൂടെ സേഫ് ആയിരിക്കുമല്ലോ. അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല. അവർക്ക് ഇവിടെ താമസിച്ചൂടെ അച്ഛാ, പേയിങ് ഗസ്റ്റ് ആയിട്ട്? അപ്സ്റ്റേഴ്സിൽ ഇഷ്ടംപോലെ റൂംസ് ഉണ്ടല്ലോ. ഏയ്, അത് ശരിയാവില്ല. ആളുകൾ അപവാദം പറയും. എന്തപവാദം? എനിക്ക് ഭാര്യയില്ല, അവൾക്ക് ഭർത്താവുമില്ല, ഒന്നിച്ചൊരു വീട്ടിൽ താമസം. ആളുകൾക്ക് ഇത്രയും പോരെ കഥയുണ്ടാക്കാൻ. പറയുന്നവര് പറയട്ടച്ചാ, നമുക്കെന്താ? എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ബിന്ദുജയ് മോളെ അത് ബാധിക്കും. അപവാദം സ്ത്രീകൾക്ക് താങ്ങാൻ പറ്റില്ല. പോരെങ്കിൽ അവളൊരു പത്രപ്രവർത്തകയല്ലേ. എന്നാ ഞാൻ വേറൊരു കാര്യം പറയട്ടെ അച്ഛാ. ബിന്ദുജ എന്റെ വിഡോ, അച്ഛൻ വിഡോവർ. 2 പേർക്കും ജോഡിയില്ല. നീ എന്താ പറഞ്ഞോണ്ട് വരുന്നത്? ഏയ്, ഒന്നുമില്ല. ഞാൻ പറഞ്ഞ അച്ഛന് ചിലപ്പോ ദേഷ്യം വരും. അത് സാരമില്ല, നീ പറ. അല്ലെങ്കിൽ വേണ്ട, പിന്നെ പറയാം. അച്ഛാ, മറന്നോ? നെക്സ്റ്റ് സൺഡേ എന്റെ ബർത്ത്ഡേയാ. അതൊക്കെ ഓർമ്മയുണ്ടേ, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. എല്ലാരെ ക്ഷണിക്കണേ അച്ഛാ. കിടങ്ങൂര് തറവാട്ടിന്ന് എല്ലാരെയും, പിന്നെ ചങ്ങനാശ്ശേരിന്ന് ദീപാപ്പച്ചയും ഫാമിലിയും, കോട്ടയത്തുനിന്ന് വല്യച്ഛനും ഫാമിലിയും, അച്ഛന്റെ ഫ്രണ്ട്സും. ഏയ്, ഫ്രണ്ട്സ് ഒന്നും വേണ്ട, കുടുംബക്കാർ മാത്രം മതി. അതെന്താ ഫ്രണ്ട്സ് വേണ്ടാത്തെ? എടി മോളെ, തറവാട്ടിൽ നിന്ന് നിന്റെ മുത്തശ്ശി മുത്തച്ഛനൊക്കെ വരണ്ടതാ, അവർക്കതൊന്നും പിടിക്കില്ല. എന്നാ പിന്നെ ഫ്രണ്ട്സ് ഇല്ലാത്തതാ നല്ലത്. ഇനി 2 ദിവസം കൂടെ ഉള്ളൂ, എല്ലാരെയും വിളിക്കണ്ടേ? ഇതുവരെ വിളിച്ചില്ലേ? ഇൻവൈറ്റ് ചെയ്യേണ്ടൊക്കെ നിന്റെ ചുമതലയാ, നിന്റെ അല്ലേ പിറന്നാള്. ഓക്കെ, ഞാൻ ചെയ്തോളാം. ഹലോ. ഹായ് അച്ഛമ്മേ, നീതയാ ട്രിവാൻഡ്രത്തുനിന്ന്. ആഹാ, നീയായിരുന്നോ? എന്താ മോളെ വിശേഷം? അച്ഛമ്മയുടെ വിശേഷങ്ങൾ പറയാദ്യം. എന്റെ കുഞ്ഞെ, ഇവിടെ എനിക്ക് എന്താ പറയാനുള്ളത്? അടുക്കള പാത്രം, കിണറ്റ് വെള്ളം, പശുത്തൊഴുത്ത്. തീർന്നില്ലല്ലോ. പാലും തൈരും മോരും പപ്പടം കാച്ചിയതും അച്ചാറും വേപ്പില ചമ്മന്തിയും ഉപ്പേരിയും മാമ്പഴ പുളിശ്ശേരിയും. അമ്പടി കേമി, ഒന്നും മറന്നിട്ടില്ലല്ലേ? എല്ലാം ഓർമ്മയുണ്ടേ. മുത്തശ്ശനും ചെറിയച്ഛനും ചെറിയമ്മയ്ക്ക് എവിടെ അച്ഛമ്മേ? എല്ലാവരും ഇവിടെയൊക്കെ തന്നെയുണ്ട്. നീ അവിടുത്തെ വിശേഷം പറ മോളെ. ഹരി എന്തി? ഇവിടെയുണ്ട്. ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ അച്ഛമ്മേ. മറ്റന്നാളെന്റെ ഹാപ്പി ബർത്ത്ഡേയാ. അയ്യോടി,
മറന്നുപോയല്ലോ. ഇത്തവണത്തെ ബർത്ത്ഡേക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് പറയാവോ? ഉം. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ആകെ മറവിയ. എന്താ മോളെ? എനിക്ക് 18 വയസ്സ് തികയാ. എന്താ അതിനർത്ഥം? കെട്ടിക്കാറായെന്നാണോടി? അയ്യേ, അതല്ലെന്നേ. പ്രായപൂർത്തി, വോട്ടവകാശം, ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ സ്വാതന്ത്ര്യം. ഓ, എല്ലാം കൂടി ഒന്നിച്ചു കിട്ടാൻ പോവല്ലേ? അച്ഛമ്മേ, ബർത്ത്ഡേക്ക് എല്ലാരും വരണം. ഞാൻ ക്ഷണിക്കുവാ. നമുക്കിവിടെ അടിച്ചു പൊളിക്കണം. അയ്യോ മോളെ, എല്ലാവർക്കും കൂടി വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പശു, ആട്, കോഴി, പട്ടി, പൂച്ച, പിന്നെ നെല്ല്, കപ്പ, വയല്, കൃഷി, അങ്ങനെ പല തടസ്സങ്ങളാ. അങ്ങനെ പറയല്ലേ അച്ഛമ്മേ, എല്ലാരും വരണം. എനിക്ക് 18 തികയല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞു. നിങ്ങൾ 3 പേരും കൂടി ഇങ്ങോട്ട് വാ. മറ്റന്നാ ഞായറല്ലേ, ഹരിക്ക് ബാങ്കിൽ പോകണ്ടല്ലോ. നമുക്ക് ഇവിടെ വെച്ച് ആഘോഷിക്കാൻ ബർത്ത്ഡേ. അയ്യോ, അങ്ങോട്ട് വരാനോ? അച്ഛമ്മ എന്തായി പറയണേ? എന്താ കുഴപ്പം? നിന്റെ ഒരു ബർത്ത്ഡേ പോലും ഇന്നേ വരെ തറവാട്ടി വെച്ച് ആഘോഷിച്ചിട്ടില്ലല്ലോ. ഇങ്ങോട്ട് വാ മോളെ. ഇവിടെ ആണെങ്കിൽ പിറന്നാളിൻ്റെ അന്ന് നമുക്ക് ക്ഷേത്രത്തിൽ പോയി തൊഴുകയും ചെയ്യാം. അച്ഛമ്മ ഇവിടെ 3 കൂട്ടം പായസം ഉണ്ടാക്കാം. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ദീപിയപ്പച്ചയും കോട്ടയത്തുനിന്ന് വലിയച്ഛനും ഒക്കെ ക്ഷണിക്കാം. ആ, അവർക്ക് വരാനും എളുപ്പം ഇതല്ലേ. എല്ലാവരും കൂടി തിരുവനന്തപുരത്തോട്ട് വരികയെന്ന് വെച്ചാ. ആ, എന്താ ഇത്ര ആലോചിക്കാൻ? കാറെടുത്ത് നാളെ ഇങ്ങ് പോന്നാ പോരെ? തറവാടൊക്കെ വല്ലപ്പോഴും ഒന്ന് കണ്ടിരിക്കണ്ടേ? ഞാൻ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. മതി, എല്ലാരും കൂടി ആലോചിച്ചിട്ട് പറ. എന്നിട്ട് വിളിക്കണം കേട്ടോ. വെക്കാണേ. ബാർക്കോഴ കേസ് അവസാനിപ്പിക്കുന്നു. വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. കോഴയ്ക്ക് ഈ ശബ്ദം കൊണ്ട് പിഷാരടിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. നാളെയാണ് ബംഗാൾ, ഭൂട്ടാൻ നറുക്കെടുപ്പ്. ഞാൻ അത്രക്ക് സ്പീഡില്ല ചേട്ടാ. അച്ഛാ, ചെയ്തപ്പോ നല്ല സാമ്യത തോന്നുന്നുണ്ട്. ഞാൻ കിടങ്ങൂര് വിളിച്ചായിരുന്നു. നല്ല തൊഴിൽ അതിലേക്കൊക്കെ പോകാൻ പറ്റും. ഇവിടെ വന്നാല് സാധാരണ. അച്ഛമ്മേ ഫോൺ എടുത്തേ. അവിടുന്ന് എല്ലാവർക്കും കൂടി വരാൻ പറ്റില്ലെന്നാ പറയണേ. എന്താ ചെയ്യണ്ടേ? അതിന്റെ കാരണം എന്താ പറയുന്നത്? നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ. തറവാട്ടി വെച്ച് ഇത്തവണത്തെ ബർത്ത്ഡേ ആഘോഷിക്കാന്ന്. അതാകുമ്പോ നമ്മള് 3 പേര് ചെന്നാ മതിയല്ലോ. അവരെല്ലാരും കൂടി ഇങ്ങോട്ട് വരാനാണെങ്കിൽ എത്ര പേരാ? എന്തുമാത്രം ദൂരാ. കോട്ടയത്തുനിന്നും കിടങ്ങൂരിന്നും ചങ്ങനാശ്ശേരിന്നൊക്കെ കാറോടിച്ച് വരണ്ടേ ട്രിവാൻഡത്തേക്ക്? തറവാട്ടിൽ പോണെങ്കിൽ പോവാം. ഞാൻ റെഡിയാ. എനിക്ക് ശരി ഞായർ അവധിയാ. വേണമെങ്കിൽ മണ്ടേ കൂടി ലീവ് എടുത്തേക്കാം. തറവാട്ട് പോയിട്ട് കുറെ കാലം ആയല്ലോ. അവിടെ ഉള്ളവരുടെ പരാതിയും തീരും. വേണ്ടച്ചാ, നമുക്കിവിടെ മതി. ചേച്ചിയല്ല, ഞാനാ തീരുമാനിക്കുന്നത്. എന്റെ ബർത്ത്ഡേ. ഓ, നിന്റെ ബർത്ത്ഡേ അതൊന്നും കഴിഞ്ഞു കിട്ടിയ പിന്നെ ഒരു വർഷത്തേക്ക് സമാധാനം ഉണ്ടല്ലോ. പോവല്ലേ അച്ഛാ? ഞാൻ റെഡിയാണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ അത് തീരുമാനായി. അരുതേ, നീ എന്താ പിന്നെ പറയാന്ന് പറഞ്ഞ് മാറ്റിവെച്ച സംഗതി? എന്ത് സംഗതി? നമ്മൾ ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോ. ആ, അതോ? അത് പറഞ്ഞ അച്ഛന് ദേഷ്യം വരും. ദേഷ്യം ഞാൻ കൺട്രോൾ ചെയ്തോളാം.